നമ്മളങ്ങനെ ലക്ഷദ്വീപ് എത്തിയിരിക്കുകയാണ് കപ്പലിൽ. ലക്ഷദ്വീപിലെ കടമത്ത് പറഞ്ഞ ദ്വീപിലേക്കാണ് നമ്മൾ പോണത്. അവിടേക്ക് കപ്പൽ അടുക്കില്ല. അപ്പോൾ ബോട്ടിൽ കയറി വേണം പോകണമെങ്കിൽ. ബോട്ടിലൊരു അരമണിക്കൂർ പോകണം, യാത്ര ചെയ്യണം. നല്ല സ്പീഡുള്ള ബോട്ടിലാണ് പോണത്. ഭയങ്കര പേടിയാണ് അതിലൊക്കെ പോകാൻ, നമ്മൾക്ക് മുൻ പരിചയമില്ലാത്തത് കൊണ്ട്. അപ്പോൾ ഭയങ്കര റിസ്ക് എടുത്തിട്ട് തന്നെയാണ് പോണത്. ഇതാ ചുറ്റും കടലാണ്, ഇതാ ചുറ്റും നോക്കിയ കടലാണ്. കാണുവാൻ കണ്ണിന് കുളിർമ നൽകുന്ന മനോഹരമായ കടലാണ്. ഇത് കണ്ടില്ലേ, നീല കളറിൽ. അമിനി ദ്വീപിലുള്ള യാത്രക്കാരനെ കപ്പലിൽ നിന്ന് ബോട്ടിലേക്ക് ഇറക്കും, അതേമാതിരി കപ്പലിലേക്ക് കയറ്റുകയൊക്കെ ചെയ്ത ശേഷം ഇനി ഇവിടെ നിന്ന് നമ്മൾ കടമൻ ദ്വീപിലേക്കും യാത്രയാകുകയാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 20 കിലോമീറ്ററോളം ദൂരം ഉണ്ടാവും. അതൊരു മണിക്കൂർ കൊണ്ട് എത്തുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ കപ്പൽ തിരകളെ വെട്ടിമുറിച്ചുകൊണ്ട് വീണ്ടും യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കപ്പൽ കീറി മുറിച്ച് പോവുകയാണ്, കടൽ വെള്ളത്തിലെ കീറി മുറിച്ച് പോവുകയാണ്. അതിൻ്റെ പതയാണിത്. നല്ല ശുദ്ധമായ കരിനീല വെള്ളമാണ്. കരിനീല വെള്ളം ഇടയ്ക്ക് ബ്ലാക്ക് കളറുമായി പോകും, പിന്നെ കരിനീല കളർ പോകും. ഈ വെള്ളയൊക്കെ പത, അതിൻ്റെ അടിയിൽ നല്ല നീല കളർ അടിക്കും. ആകാശത്തിനനുസരിച്ച് കളർ വ്യത്യസ്തമായി മാറിക്കൊണ്ടിരിക്കും. ഇതൊക്കെ ഒരു പ്രത്യേക കാഴ്ചയാണ്. പെട്ടെന്ന് കാർമേഘങ്ങൾ മൂടിക്കെട്ടി മഴ വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ സ്ഥിരമായി വീഡിയോ കാണുന്ന മിനിക്കോയ് ദ്വീപിലെ പ്രേക്ഷകരാണ്. പ്രതീക്ഷിക്കാണ്ടാണ് അവരെ പെട്ടെന്ന് കണ്ടപ്പോൾ വളരെ സന്തോഷമായി. നമ്മുടെ വീഡിയോ കാണുന്ന ധാരാളം പേര് ലക്ഷദ്വീപിലുണ്ട്. ആ കാണുന്നതാണ് കടമൻ ദ്വീപ്. ഈ ദ്വീപ് ഏകദേശം 10 കിലോമീറ്റർ നീളത്തിലാണ്. വീതി കുറവാണ്, 1 കിലോമീറ്റർ താഴെ വീതിയുള്ളൂ. നീളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. വളരെ നല്ല വൃത്തിയുള്ള ദ്വീപാണ്. ജനവാസം ഇവിടെ കുറച്ച് കുറവാണ് മറ്റുള്ള ദ്വീപുകളെ അപേക്ഷിച്ചിട്ട്. ദ്വീപ് അടുക്കാറായി. നമ്മുടെ കൂടെ വന്നവരൊക്കെ വളരെ സന്തോഷത്തിലാണ്. എന്താണ് ദ്വീപിൽ വന്ന് നിൽക്കുകയല്ലേ നിങ്ങൾ, കടൽ കപ്പലിൽ. കടമത്ത് ദ്വീപ്. കപ്പൽ അവിടെ എത്തി, ഇപ്പോൾ നിർത്തിയിട്ടുണ്ട് ദ്വീപിൻ്റെ അടുത്ത്. ഇവിടെ നിന്ന് ഇനി ബോട്ട് കയറി ഒരു അരമണിക്കൂറോളം ബോട്ട് കയറിയിട്ട് പോകണം. അപ്പോഴാണ് ആ ദ്വീപിലേക്ക് ഇറങ്ങാൻ പറ്റുക. ആ ദ്വീപിലേക്ക് കപ്പൽ അടുക്കില്ല, അതുകൊണ്ട് നമ്മൾ ബോട്ടിൽ കയറി പോകണം. അപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഫോണും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എൻ്റെ ബാഗിൽ വെച്ച് ശേഷമാണ് ഞാൻ ബോട്ടിലേക്ക് കയറാൻ പോയത്. കടമൻ ദ്വീപ് എത്തുമ്പോഴേക്കും കടലൊക്കെ ശാന്തമായി. തിരമാലകളൊന്നും അങ്ങനെ പഴയ ശക്തിയായിട്ട് അടിക്കുന്ന ഇതില്ല. കടമത്തെ ദ്വീപ് എത്തിയിട്ടുണ്ട്. ഞങ്ങളിനി അവിടെ ഇറങ്ങാൻ പോകുകയാണ്. ഇവിടെ നിന്ന് ബോട്ടിൽ പോകണം അരമണിക്കൂർ, ഇല്ലേ? അരമണിക്കൂർ വരുന്ന ബോട്ടിൽ കയറി പോകണം. അപ്പോൾ നമുക്ക് ബോട്ടിൽ കയറാൻ പോവുക. അതെ, ദ്വീപിലുള്ളവരൊക്കെ മഴയത്ത് ബോട്ടിൽ ഇറങ്ങുകയാണ്. ഇവിടെ നല്ല മഴയാണ്. മഴയത്ത് തന്നെ ബോട്ടിൽ എല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മഴ നനഞ്ഞിട്ട് തന്നെ പോകണം ഇവരെല്ലാവരും. എല്ലാ യാത്രക്കാരും മഴ നനഞ്ഞിട്ട് തന്നെയാണ് ബോട്ടിൽ കയറി പോണത്. മഴ നനഞ്ഞ് തന്നെ പോകണം, വേറെ വഴിയൊന്നുമില്ല ഇവിടെ. ബാഗുകൾ മാത്രം മഴ നനയാണ്ട് കവറിലാക്കി വെക്കുന്നുണ്ട്. അടുത്തൊരു ബോട്ട് കയറ്റാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. മഴയും നനഞ്ഞ് അവർ ദ്വീപിലേക്ക് അടുത്ത ബോട്ടിൽ ആളിനെ കയറ്റാൻ തുടങ്ങുന്നതാണ്. ഞങ്ങളെല്ലാവരും ബോട്ടിൽ കയറിയിരിക്കുകയാണ്. കപ്പലിൽ നിന്ന് കയറിയിട്ട് എല്ലാവരും റെഡിയിലിരിക്കുന്നുണ്ട്. മീൻ പിടിക്കാൻ പോകുന്ന മറ്റേ ബോട്ടാണ്. ഞാനിത് ഇതിൽ പിടിച്ചിട്ടുണ്ട്. ഇത് വെള്ളം ഏതിനെ പിടിക്കുക. ഈ കയറിൽ പിടിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത് ബോട്ടിൽ. ഈ കയറിൽ. നമ്മൾ കപ്പലിൽ നിന്ന് ബോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ കാറ്റും തരിയും ബോട്ട് ഇളക്കുകയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ബോട്ട് ഇളകാതെ കപ്പലിനോട് ചേർന്ന് നിന്നു. നമ്മൾ ചാടാതെ തന്നെ ബോട്ടിലേക്ക് നടന്ന് കയറാൻ പറ്റി. എൻ്റെ ഫോണും എല്ലാം ബാഗിൽ വെച്ചത് കൊണ്ട് അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ആ കാണുന്നതാണ് നമ്മൾ വന്ന കപ്പൽ. ബോട്ടിൽ ഇറങ്ങിയ ശേഷം ധൈര്യം വന്നപ്പോൾ ഞാൻ ഫോൺ എടുത്ത് വീണ്ടും
വീഡിയോ എടുക്കാൻ തുടങ്ങി. ഞങ്ങൾ എല്ലാവരും കപ്പൽ യാത്ര ആദ്യമായാണ് നടത്തുന്നത്. കപ്പൽ യാത്രയിൽ അനുഭവങ്ങൾ ആസ്വദിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കപ്പൽ യാത്ര തിരഞ്ഞെടുത്തത്. പക്ഷെ അത് വളരെ രസകരവും ആനന്ദകരവും വ്യത്യസ്തമായി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു ആദ്യ യാത്രക്കാർക്ക് ഉണ്ടാവുക. പക്ഷെ ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് കപ്പൽ യാത്ര ഭയങ്കര വിഷമമാണ്. കപ്പലുകളെല്ലാം വെട്ടിക്കുറച്ചത് ടിക്കറ്റ് കിട്ടാനുള്ള മറ്റും വലിയ ബുദ്ധിമുട്ടുകളും അവരെ ഒരുപാട് പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. കടൽ ക്ഷോഭമുണ്ടായാൽ കപ്പൽ ചില സമയങ്ങളിൽ ട്രിപ്പ് മുടക്കും. അങ്ങനെ വന്നാൽ ദ്വീപിലെ ജനങ്ങൾക്ക് യാത്ര ചെയ്യുന്നതിനും രോഗികൾക്കും അത്യാവശ്യ സാധനങ്ങൾക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ്. എല്ലാവരും ഇതാ നമ്മുടെ കൂടെ വന്ന എല്ലാവരും ഇതിലിരിക്കുന്നുണ്ട്. അവിടെയുള്ള ആളുകളുണ്ട്, അതിഥികളുണ്ട്, ഒരു രോഗിയുണ്ട് കൂടെ ആംബുലൻസിൽ വന്നത്. മീൻ പിടിക്കാൻ പോണത് നമ്മളുടെ അവിടെ കടലിലൊക്കെ മീൻ പിടിക്കാൻ പോകുന്നത് എന്ന മാതിരി ഞങ്ങൾ തിരകളുടെ ഇടയിൽ തിരമാലകളുടെ ഇടയിൽ കൂടെ കടലിനെ ഭേദിച്ചുകൊണ്ടുള്ള യാത്രയാണ്. കൂടെ എല്ലാവരും ഉണ്ട്. ഞാനും നിന്ന് നോക്കട്ടെ ആടുണ്ടോ എന്ന്. സിജുക്കുട്ടിൻ്റെ വീഡിയോ കാണുന്നതാണ്. നമ്മുടെ ഫാൻസാണ് സിജാസിൻ്റെ. അതിൻ്റെ വൈഫ്, അമ്മായി എല്ലാവരും ഉണ്ട്. ഞാൻ കാല് പറിച്ചിട്ടാണ് നിൽക്കുന്നത്. കുറയ്ക്കാൻ തുടങ്ങി. എനിക്കിപ്പോൾ ഇപ്പോൾ കാലുറയ്ക്കാൻ തുടങ്ങിയതായിട്ട് ധൈര്യം വന്നു. ഇതാ അസീമ ധൈര്യത്തിൽ നിൽക്കുന്നുണ്ട്. അസീമി ധൈര്യം നിൽക്കുന്നുണ്ട്. ഈ ബോട്ട് അങ്ങനെ വേറെ കടവത്തിയിലെ ബോട്ട് മാതിരി ആടുള്ള ഇതത്തിന് വലിയ കുഴപ്പമില്ല. പക്ഷെ കാലടക്കിടക്കി ആടുണ്ട്. അത് കവർത്തിയാ കവർത്തി എന്തോന്നാകട്ടെ. കവർത്തി എരുവിലെ കവർത്തിയല്ല, ഇത് ലക്ഷദ്വീപിലെ കവർത്തിയാണ്. ഇനി ഈ കവറുകളെ നമ്മുടെ പേരിൽ പ്രശ്നം ഉണ്ടാക്കണ്ട. നമ്മുടെ ഫാൻസിന്റെ മകനാണ്, ചിരിക്കുട്ടൻ്റെ ഫാൻസിന്റെ. അവര് വിരുന്ന് വരികയാണ്. കപ്പൽ യാത്ര ടൂറിസ്റ്റുകളായ നമ്മൾക്കൊക്കെ ഒരു രസകരമാണെങ്കിലും അവിടെയുള്ള ജനങ്ങൾ, രോഗികൾ, അതേമാതിരി വയ്യാത്തവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഇത് നമ്മളുടെ കൂടെ യാത്ര ചെയ്യുന്ന ഒരു രോഗിയാണ്. അയാൾക്ക് ജീവനുണ്ട്. അയാളുടെ ജീവനോടുകൂടി സ്ട്രക്ചറിൽ കെട്ടിവെച്ചിരിക്കുകയാണ്. ഇനി അവിടെ പോയ ശേഷം അയാളെ അഴിച്ചു വയ്ക്കുള്ളൂ. അതാണ് അവർക്ക് കയറ്റാനും ഇറക്കാനും സൗകര്യത്തിന് വേണ്ടി കെട്ടിവെച്ചിരിക്കുന്നത്. അയാൾ മേലെ എന്ത് വന്നാലും ഈച്ചിരുന്നാലും ചൊറിഞ്ഞാലും കൊതുക് കുത്തിയാലും ഒക്കെ അയാൾക്കൊന്നും കയ്യും കൂടി ഇളക്കാൻ പറ്റില്ല. ആ രീതിയിൽ അയാളെ കെട്ടിവെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇവിടെയുള്ള രോഗികളെ കപ്പലിൽ കൊണ്ടുപോകുന്നതും ബോട്ടിൽ കൊണ്ടുവന്ന് ഇറക്കുന്നതും എല്ലാം ഇതേമാതിരിയുള്ള അവസ്ഥയിലാണ്. അങ്ങനെ അവിടെയുള്ള ജനങ്ങൾ യാത്രയിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. അത് നമ്മൾ പോകുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. നമ്മൾക്കൊക്കെ നമ്മുടെ നാട്ടിൽ വളരെയധികം സുഖമാണ്. നമ്മൾ പുറത്ത് പോകുമ്പോഴാണ് നമ്മുടെ നാട്ടിൻ്റെ വിലയും നമ്മുടെ സൗകര്യങ്ങളും നമ്മുടെ ഗുണങ്ങളെ പറ്റി മനസ്സിലാകുന്നത്. എന്താ പറയുക, നമ്മൾക്ക് തൊട്ട് എന്തെങ്കിലും ഒരു വയ്യായി വന്നോ, ഒരു ബുദ്ധിമുട്ട് വന്നാൽ അടുത്തന്നെ ഇഷ്ടംമാതിരി ഹോസ്പിറ്റലുകളുണ്ട്, നിറയെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, ഒരുപാട് കോളേജുകളുണ്ട്, ഒരുപാട് പഠിക്കാനുള്ള സ്ഥാപനങ്ങളുണ്ട്. അതേമാതിരി രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തും നമ്മൾക്ക് ഓടിയെത്താൻ പറ്റും. കാശ്മീർ വരെ എത്താം, മൂന്നാർ പോവുക, ഊട്ടി പോവുക, ഏതറ്റം വരെ, രാജ്യത്തിൻ്റെ ഏതറ്റം വരെ സുഖമായി പോവുക. അതിൻ്റെ ഒരു സമ്മതവും വേണ്ട, പെർമിഷനും വേണ്ട. നമുക്ക് നടന്നോ, സൈക്കിളിലോ, ബസ്സിലോ, കാറിലോ, എങ്ങനെ വേണമെങ്കിൽ നമുക്ക് പോകാം. ആരുടെ അടുത്തും ചോദിക്കണ്ട. ഇവർക്കൊക്കെ ഒരു അളവുണ്ട്, പരിധിയുണ്ട്. ഇവൻ്റെ ഓരോ ദ്വീപുകളൊക്കെ ചെറിയ ചെറിയ വട്ടത്തിലാണ്. അതിൻ്റെ ഉള്ളിൽ മാത്രമാണ് ഇവൻ്റെ കാര്യങ്ങൾ ഒതുങ്ങുക. ഇവർക്ക് ഒരു ഹോസ്പിറ്റലിലേക്ക് വരണമെങ്കിൽ കേരളത്തിലേക്ക് തന്നെ വരണം. വേറെ എവിടേക്കും ഇവർക്ക് പോകാൻ പറ്റില്ല. നല്ലൊരു രോഗം വന്നാൽ കേരളത്തിൽ വന്നാൽ നോക്കണം. അവിടെ ചെറിയ ചെറിയ ക്ലിനിക്കുകളാണ് ഓരോ ദ്വീപിലുള്ളത്. അതിന് അത്യാവശ്യം ഒരു ഡോക്ടർമാരും ഉണ്ടാവും. അത്ര സൗകര്യങ്ങളേ ഉള്ളൂ.
പിന്നെ അതേമാതിരി കോളേജ് വിദ്യാഭ്യാസം വേണമെങ്കിൽ അവർ കേരളത്തിൽ വരണം. എല്ലാവർക്കും വിദ്യാഭ്യാസത്തിന് അവിടെ കേരളത്തിൽ ഉപരിപഠനത്തിന് കേരളത്തിൽ തന്നെ വരണം. അതേമാതിരി ഒരുപാട് കാര്യങ്ങൾക്ക് പച്ചക്കറി, ഈ കോഴിമുട്ട, ഇതെല്ലാം എല്ലാത്തിനും അവർക്ക് കേരളത്തിൽ തന്നെ വരണം. എന്താ പറഞ്ഞാൽ അവിടെയുള്ളത് മീനും തേങ്ങയും മാത്രമാണ് അവിടെ ഉണ്ടാക്കുന്നത്. അത് മാത്രമേ അവർക്ക് ഉൽപ്പാദനമുള്ളൂ. ബാക്കി അവർക്ക് വേണ്ട ജീവിതത്തിൽ എല്ലാ സാഹചര്യത്തിനും എല്ലാ സാധനങ്ങളും കേരളത്തിൽ തന്നെ വരണം. കേരളത്തിനെയാണ് ആശ്രയിക്കുന്നത്. ഭർത്താവും അമ്മായിയമ്മയും യാത്രക്കാരൊക്കെ കപ്പലിൽ കയറാൻ വേണ്ടി ഇവിടെ നിന്ന് കപ്പലിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ആളുകളാണ്. അവരൊക്കെ കയറാൻ വേണ്ടി ബോട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളങ്ങനെ കടമത്ത് ദ്വീപിലെത്തിയതാണ്. കടമത്ത് ദ്വീപിലേക്ക് കയറാനുള്ള ആളുകളാണ് ഇതൊക്കെ. ഞങ്ങളങ്ങനെ കടമം ദ്വീപെത്തി. ഞങ്ങൾക്ക് റൂമിലേക്ക് പോകാനുള്ള വണ്ടി അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. BSNL-ഉം എയർടെല്ലും മാത്രമേ അവിടെ വർക്ക് ചെയ്യുള്ളൂ. വേറെ സിമ്മുകളൊന്നും വർക്ക് ചെയ്യില്ല. അവിടെ ഇറങ്ങിയപ്പോൾ ഞങ്ങളെ കാത്തു നിൽക്കുന്ന ഒരു ടെമ്പോ മാത്രമേ കണ്ടുള്ളൂ. പിന്നെ 1-2 കാറുകളുണ്ടായിരുന്നു മൊത്തത്തിൽ ആ ദ്വീപിൽ. പിന്നെ കുറച്ച് അത്യാവശ്യം സ്കൂട്ടറുകൾ, അത്യാവശ്യം സൈക്കിള്, പോലീസിൻ്റെ ഒരു ജീപ്പ്, അങ്ങനെ അത്യാവശ്യം കുറച്ച് വണ്ടിയേ ഉള്ളൂ. 2-3 കാറുകൾ അത്ര തന്നെ ഉള്ളൂ. കൂടുതൽ വാഹനങ്ങളൊന്നും അവിടെ കണ്ടില്ല. അതുപോലെ തന്നെ പെട്രോളിന് 200 രൂപയാണ് വില. പമ്പില്ല അവിടെ, കുപ്പിയിലാക്കി വിൽക്കുകയാണ്. ബോട്ടിൽ നിന്ന് ഈ കാണുന്ന എല്ലാവരും ഈ ബോട്ടിലൂടെ കയറി, ഈ ഓരോരോ ബോട്ടിലൂടെ കയറി ആ ദൂരത്തുള്ള കപ്പലിൽ കയറാൻ പോകുകയാണ്. ആ കപ്പൽ ഇവിടേക്ക് കരയ്ക്ക് അടുക്കില്ല. അത് ലക്ഷദ്വീപ് കടമത്ത് ദ്വീപിൽ ബോട്ടിൽ കയറാൻ വേണ്ടി നിൽക്കുന്ന ആളുകളാണ് ഇതൊക്കെ. കൂടെ ഞാനും ഈ ബോട്ടിൽ കയറിയിട്ടാണ് ആ കപ്പലിലേക്ക് എല്ലാവരും കയറി പോവുക. അപ്പോൾ കപ്പലിൽ കയറേണ്ടവരൊക്കെ ഈ ബോട്ടിലൂടെ കയറുക. ഈ ബോട്ടിൽ കയറിയിട്ടാണ് ഇനി ആ കപ്പലിലേക്ക് കയറുക. ആ ദൂരെ നിൽക്കുന്ന കപ്പലിലേക്ക് ഒരു അരമണിക്കൂർ ഓട്ടവും. അപ്പം ഞാൻ അങ്ങനെ ദ്വീപിലിറങ്ങി ചുറ്റോടും ഒന്ന് നോക്കി. കാണാൻ ഭയങ്കര രസമാണ്. നിറയെ യാത്രക്കാരും കയറുന്നവരും പോണവരും അവരിനെ വിരുന്ന് അയക്കുന്നവരും അങ്ങനെ ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു. അതൊക്കെ നോക്കിയത് നമ്മുടെ വണ്ടിയിൽ കയറി അങ്ങനെ യാത്ര റൂമിലേക്ക് തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഇതാ ചുറ്റും കാണുമ്പോൾ കണ്ടില്ല, അത് കടൽ, ഇവിടെ തെങ്ങ്. ഇതാണ് അവിടുത്തെ റോഡിൻ്റെ വീതി. ഇത്രയുള്ളൂ റോഡിൻ്റെ വീതി. അവിടുത്തെ ഹൈവേ ആണിത്. ഇതുള്ളൊരു സ്കൂട്ടർ ഇതേമാതിരി എന്തെങ്കിലും എപ്പോഴെങ്കിലും ഒരു വണ്ടി വരുമ്പോൾ ഇവർ ഒതുക്കി കൊടുക്കും. ഇവിടെ ഇടയ്ക്ക് ട്രാഫിക് ബ്ലോക്ക് ആകാറുണ്ട്. അത് എന്തിനാണ് ബ്ലോക്ക് ആകുന്നത് പറഞ്ഞാൽ തേങ്ങയിടുമ്പോൾ മാത്രമേ ഇവിടെ ബ്ലോക്കുള്ളൂ. എല്ലാ സമയത്തും ഒരു ബ്ലോക്കും ഉണ്ടായില്ല. തേങ്ങയിടുന്ന സമയത്ത് 2 ഭാഗത്തും ആൾക്കാർ നിന്നിട്ട് ഒന്ന് അത്ര വണ്ടി ഓടുണ്ടാവുള്ളൂ. സ്കൂട്ടർ എന്തെങ്കിലും വരുമ്പോൾ ഒന്ന് പറയാൻ വേണ്ടി നിൽക്കും. അങ്ങനെയാണ് ഇവിടുത്തെ രീതികൾ. ബ്ലോക്ക് ഉണ്ടാവില്ല. എല്ലാവരും ഒരു ബ്ലോക്കും ഇവിടെ ഇല്ല. സുഖമായിട്ട് ഇങ്ങനെ പോകുക. അപകടങ്ങളും ആക്സിഡൻ്റൊന്നും ഇല്ല ഇവിടെ. ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞു കേട്ടത്. നമ്മുടെ ഇവിടെ ആകെ ആക്സിഡൻ്റ് ആണല്ലോ, അത് ഇവിടെ ഇല്ല. ഉണ്ടായ പുക തന്നെ എന്താ പറയുക, ആസ്വദിക്കൊന്നും കൊണ്ടുവരാൻ പറ്റില്ലല്ലോ, ബുദ്ധിമുട്ടല്ലേ, ദൂരമല്ലേ. എല്ലാ പെർമിഷൻ എടുക്കുമ്പോഴേക്കും അവരുടെ പണി കഴിയും. ഇതാണ് കടലൊക്കെ ഭയങ്കര ചന്തമാണ്. ഇതേമാതിരിയാണ് അവിടെ എത്ര നോക്കി ഇരുന്നാലും മതിയായില്ല. ഇതേമാതിരി രസകരമായ സ്ഥലങ്ങളാണ്. ഓരോരോ സ്ഥലവും ഓരോരോ രീതിയാണ്. എൻ്റെ ഫോണൊക്കെ ഇവിടെ എത്തുന്നതിന് മുമ്പേ നിറഞ്ഞു കഴിഞ്ഞു. എങ്ങനെ പറഞ്ഞാൽ ഇതൊക്കെ എങ്ങനെ എടുക്കാണ്ടിരിക്കുക. ഒരു ഭാഗവും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. എല്ലാം ഭയങ്കര മനോഹരമായ സ്ഥലമാണ്. നമുക്ക് ഒരു ഭാഗവും ഒഴിവാക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ ഫോണൊക്കെ നിറഞ്ഞിട്ട് ഞാൻ പിന്നെ ഡിലീറ്റ് ചെയ്ത് പുതിയ വീഡിയോ വരുമ്പോൾ പിന്നെയും ഡിലീറ്റ് ചെയ്യും പഴയതിന്. അങ്ങനെയാണ് ഞാനിവിടെ ഇത് എത്തിച്ചത്. അങ്ങനെ ഞങ്ങൾ താമസിക്കാനുള്ള വീടെത്തി. ഈ വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞങ്ങളുടെ പാക്കേജിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് വീടൊക്കെ. ഭക്ഷണങ്ങളൊക്കെ അവർ തന്നെയാണ് കൊണ്ടുതരിക. അതൊക്കെ അതിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. നല്ല സൗകര്യമുള്ള, നല്ല വൃത്തിയുള്ള, എല്ലാ സൗകര്യങ്ങളുള്ള നല്ല വീടാണ്. ഇതുണ്ടല്ലോ വീട്ടിൻ്റെ ഉള്ളൊക്കെ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് കുളിച്ചൊന്ന് ഫ്രഷായിട്ട് ദ്വീപുകളിലെ കാഴ്ചകളൊക്കെ കാണാൻ പോകും. ഇനിയാണ് ദ്വീപുകളിലെ കാഴ്ചകളൊക്കെ കാണുക. ഇപ്പം നമ്മളിവിടെ എത്തിയിട്ടേ ഉള്ളൂ, ദ്വീപിൽ ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ദ്വീപിലുള്ള ജനങ്ങളൊക്കെ നല്ല നിഷ്കളങ്കരായ നല്ല മനുഷ്യരാണ്. അപ്പോൾ സൗകര്യപ്പെടുന്നവരൊക്കെ ദ്വീപ് കാണാൻ വേണ്ടിയിട്ട് ടൂറിസ്റ്റുകളുടെ മാതിരിയൊക്കെ വരുന്നവരൊക്കെ വരിക. ദ്വീപിലുള്ളവരിൻ്റെ നമ്മൾ നാട്ടിൽ വരുമ്പോഴൊക്കെ നമ്മൾ വേണ്ട സൗകര്യങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കണം. ഒരുപാട് സ്നേഹിക്കുന്നവരാണ് ദ്വീപിലുള്ള ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങളിനെ. അത് നമുക്ക് ഇവിടെ എത്തുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കുന്നത്. അവർ ഹോസ്പിറ്റൽ, വിദ്യാഭ്യാസം,
അതേമാതിരി സാധനം വാങ്ങാനൊക്കെ അവർ നമ്മുടെ നാട്ടിൽ വരും. അപ്പോൾ അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുത്ത് അവരെ സ്നേഹിക്കണം. ഒരുപാട് സ്നേഹം തരുന്നവരാണ് അവർ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്